മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ആകാശ തീരമേറി
വസന്തകാലം പള്ളിക്കൂടക്കാലം. വാടികൾ തോറും പാറി നടക്കും പൂമ്പാറ്റക്കാലം. പുത്തനുടുത്തൊരു പുലർകാലം മഴ കെട്ടിയുയർത്തിയ കൂടാരം. ഇത്തിരി വട്ടക്കുടയും ചൂടി തത്തി തത്തക്കുരുന്നുകൾ. വരവായി വീണ്ടും വസന്തകാലം പള്ളിക്കൂടക്കാലം. ആമുതലിക്ഷ വരെയുള്ള അക്ഷരമായ ജാലക്കാലം. അക്ഷരമുറ്റത്തായിരമായിരം അരളിപ്പൂവുകൾ ചിരിതൂകി. കളിയും ചിരിയും വളകൾ കിലുങ്ങി ഊഞ്ഞാലാടി കാകളികൾ. പൂക്കാലം വരവായി പുതിയൊരു പ്രവേശനോത്സവമായി. വിടർന്ന കണ്ണിൽ വിരിയും കഥയുടെ വിരുന്നുകാലം വരവായി. വസന്തകാലം വരവായി. വാകകൾ പൂത്തൊരു വസന്തകാലം പള്ളിക്കൂടക്കാലം. വാടികൾ തോറും പാറി നടക്കും പൂമ്പാറ്റക്കാലം. അപ്പൂപ്പൻ താടിക്കാലം വന്നക്കര നിന്നൊരു കുളിർക്കാറ്റി. പുസ്തക സഞ്ചിയണിഞ്ഞും കൊണ്ടേ കുഞ്ഞാറ്റ കിളികൾ വരവായി. പൂക്കാലം വരവായി പുതിയൊരു പ്രവേശനോത്സവമായി. വിടർന്ന കണ്ണിൽ വിരിയും കഥയുടെ വിരുന്നുകാലം വരവായി. വസന്തകാലം വരവായി. വാകകൾ പൂത്തൊരു വസന്തകാലം പള്ളിക്കൂടക്കാലം. വാടികൾ തോറും പാറി നടക്കും പൂമ്പാറ്റക്കാലം. പുത്തനുടുത്തൊരു പുലർകാലം മഴ കെട്ടിയുയർത്തിയ കൂടാരം. ഇത്തിരി വട്ടക്കുടയും ചൂടി തത്തി തത്തക്കുരുന്നുകൾ. വരവായി വീണ്ടും വസന്തകാലം പള്ളിക്കൂടക്കാലം. ആമുതലിക്ഷ വരെയുള്ള അക്ഷരമായ ജാലക്കാലം. പിടിക്കലല്ല ജീവിതം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം. സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം. അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലൂഞ്ഞലാടാം.
സ്വന്തമാക്കണം. Very respected manager, Reverend Father Joseph Mundakal, our dearest teachers and non-teaching staff, dear parents and my dear loving students. A very good morning and I welcome to you all a new academic year. I am so happy to see all your smiley faces and now the school feels alive again. A new school year is like a blank notebook. You have the chance to write story or anything it. We begin this academic year with full hopes and new dreams. New doors of knowledge and experiences are opening for you. I wish you all the best on this journey. Dear children, new classes, new teachers, new lessons, new knowledge, and new environment, and also new friends are awaits for you. Every day is an opportunity to learn new things, discover and develop your talents. Respect your teachers and listen to their suggestions. And also, at the same time, don't hesitate to ask questions. Actively participate in our learning activities and also at the same time co-curricular activities. Remember, it is very important to develop good habits and values along with gaining knowledge. Each of you is the pride of this school. This school will empower you to spread your wings and fly towards your dreams. My dear teachers and staff, you are the heart of this school, and I thank you for your passion, patience, and care you bring every day. And also at the same time, I thank you for being guiding lights for our schools and students. You are not just educators, you are mentors and also role models and change makers. This year, let's continue to lift our students higher than they think they can go. Dear parents, really, I am very happy to invite you, and also at the same time, I am very, very happy that you have enrolled your children in this school. I am very grateful to you. I especially congratulate
the parents, those who have enrolled your children in this year. Thank you so much. Dear parents, you are a crucial partner in your children's educational journey. Your support and encouragement which give your children the energy to move forward. Pay attention to your children's studies and help them clear their doubts. Maintaining constant contact with the school and communication with the teachers, which will be very beneficial for your children's academic progress. Create a learning environment for your children at home. Encourage their creative talents. Your care, support and love are the cornerstones of their success. Now I move to give some general information and instruction. First I am giving to these students. Please, all the students, please listen. All of you, please maintain silence. Arrive at school on time and follow school rules and disciplines. Students should come to school wearing the complete set of uniform with ID card. Campus language must be in English. Bring the necessary textbook and other study materials every day. Children are only allowed to go outside the classroom during the interval. Complete and submit homework on time. Maintain personal hygiene and follow healthy food habits. Be kind and friendly to your classmates and also be willing to help each other and share knowledge. Along with the studies, active participate in co-curricular activities and sports competitions. This will be helpful in your personality development. Keep the school and its surroundings clean. Do not destroy the school properties. Now the instructions for parents. All the instructions are given in the diary, so all the parents should go through the diary. The first and second pages should be filled correctly and photos should be pasted. During the monsoon season, that means from June to August, please send monsoon sandals. And after that, from September onwards, kindly send shoes, that which is noted in the diary, and shoes and sandals must be black in color. If children are late to school, it must be informed to the school. If students arriving meet the children during the class time, if it is necessary, you get the permission as much as possible or in advance. Our regular classes will start from tomorrow onwards. Please follow the timetable. Lunch should be sent to the children. The timetable for each class will be informed. Snacks can be sent to LKG classes, but the class teacher will give it to them at the correct time. ECA, extracurricular activities including karate, yoga and dance. All students must compulsorily participate in at least one of the items. Yoga class must be compulsory for grade 9 and 10 students. Parents, check your children's diary daily and follow the teacher's instructions. Attend PTA meeting regularly. Pay attention to the students' mental and physical health. If you notice any difficulties, share them with the class teachers or the school. Encourage children to be moderate and careful in their use of mobile phones
and internet. So once again, I thank you for all the parents, teachers, and all the students. Now, let us be real. Some days will be easy, some days will be tough. But every single day is a chance to grow, to learn, and to become better than you were yesterday. So, let us rise. Let's lead with kindness, curiosity, courage. Let's make this year extraordinary and great in our life. Thank you. Thank you, one and all. Thank you, sister, for your motivating words. Parental involvement plays a vital role in a child's educational journey. Up next, we have a class for parents designed to share valuable insights and expectations for the year ahead. This section will be led by none other than our respected Matthew Sir, retired principal of St. Thomas School, Pala, whose experience and kindness will surely be helpful and informative. With great respect, I invite Matthew Sir to take over and lead the session.